സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെപ്പർ ക്രാബ് ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ആദ്യം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളി ഇലയും കൂടി അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ചുവന്ന മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ കുരുമുളകിൻ്റെ സ്വാദാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും വൃത്തിയാക്കിയ ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടുതലിടാത്തത് പെപ്പറിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് പകുതി പുളിനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഗരം മസാല പൊടികളെല്ലാം നിങ്ങൾ തന്നെ വീട്ടിൽ പൊടിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ സ്വാദ് കൂടുതൽ അതായിരിക്കും. ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. നിങ്ങൾ കുരുമുളകിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗീയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്.
കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.